നോമ്പ് ഒന്നാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആരാണ് വലിയവൻ? ഇന്നലെ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നതായിരുന്നു ചിന്താവിഷയം. മത്തായി 18:1, മാർക്കോസ് 9:33, ലൂക്ക 9:46 എന്നീ വചനഭാഗങ്ങളിലൊക്കെ നാം ഇത് വായിക്കുന്നുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന അവർക്കിടയിലുണ്ടായ ഒരു തർക്കത്തിന് യേശു നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ പരിചിന്തന വിഷയം. 2000 വർഷം പിന്നിട്ടിട്ടും ഇന്നും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി യേശുവാണ്. ഏറ്റവും വലിയവൻ, ഏറ്റവും ചെറിയവനും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആകണം എന്നതാണ് യേശു നൽകിയ ഉത്തരം. അതും അതിനപ്പുറവും കടന്ന് സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിച്ചും അവൻ മാതൃക നൽകി. അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അജയ്യനായി അവൻ ഉയർത്തുവന്നു. ഈ ലോകത്തിലെ നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല എന്ന പാഠമാണ് ഇന്ന് രാജാവ്, നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും കാട്ടുമൃഗങ്ങൾക്കും അവകാശം. പ്രഭാഷകൻ 10-ാം അധ്യായം 10 മുതൽ 11 വരെ. അഹങ്കരിക്കുന്നവരെ കർത്താവ് സമൂലം തുടച്ചു മാറ്റും. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. പ്രഭാഷകൻ 10-ാം അധ്യായം 17-ാം വാക്യം. കർത്താവിനോട് ഭക്തിയുള്ള മനുഷ്യനാണ് ഏറ്റവും ബഹുമാന്യൻ. പ്രഭുവിനോ ന്യായാധിപനോ അധികാരിയോ ദരിദ്രനായ ഒരു ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല.